ഹലോ ഗൈസ്, നമുക്കിന്നിവിടെ സെറ്റ് ബോക്സിൻ്റെ റിമോട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്തെടുക്കാൻ നോക്കാം. അതായത് നമുക്ക് ഈ സെറ്റ് ബോക്സിൻ്റെ റിമോട്ട് വെച്ചിട്ട് എങ്ങനെ ടി വി ഓണാക്കാം, ഓഫാക്കാം, സൗണ്ട് കുറക്കാം, മ്യൂട്ടാക്കാം ഒക്കെ നമുക്ക് നോക്കാം. പിന്നെ അത് ഓൾറെഡി പ്രോഗ്രാം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. ടി വിയിലും മ്യൂട്ട് എന്നുള്ള ഓപ്ഷന് ഇതിപ്പോൾ ടാറ്റ സ്കൈൻ്റെ സെറ്റ് ബോക്സിൻ്റെ റിമോട്ടാണ്. സെറ്റ് ബോക്സ് ടി വിയുടെ നേരെ താഴെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇവിടെയാണ് സെറ്റ് ബോക്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് മ്യൂട്ട് ഇത് മ്യൂട്ട് ഒഴിവാക്കി വീണ്ടും മ്യൂട്ടായി സൗണ്ട് കൂട്ടുക കുറക്കൊക്കെ ചെയ്യാം. പിന്നെ ടി വിയുടെ AV ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് ചേഞ്ച് ചെയ്യണ് ക്ലിയർ ആവുണ്ടോ അറിയില്ല, ചേഞ്ച് ആവും. ഇതിപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്തെടുക്കുക എന്നാണ് നോക്കാവുന്നത്. പ്രോഗ്രാം ചെയ്യാം. ഇപ്പോൾ പ്രോഗ്രാം ചെയ്യേണ്ടതിന് മുന്നേ ഇതിപ്പോൾ സാധാരണ സാംസങ് ടി വി ആണെങ്കിൽ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഡിഫോൾട്ടായിട്ട് തന്നെ വർക്ക് ചെയ്യും സാംസങ് ടി വിയുമായിട്ട്. പക്ഷേ ഇത് LG ടി വി ആണ്. ഇത് ഡിഫോൾട്ടായിട്ട് വർക്ക് ചെയ്യണില്ല, നമ്മൾ പ്രോഗ്രാം ചെയ്തെടുക്കുക തന്നെ വേണം. അപ്പോൾ നമ്മൾ ആദ്യം പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഓരോ കീയിൽ ഓരോ ആൽഫബറ്റ് കാണും. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ സ്റ്റാർട്ടിങ് ആൽഫബറ്റ് വെച്ചിട്ട് ഏത് കീ ആണുള്ളത് അത് നിൽക്കുക. അപ്പോൾ ഇതിപ്പോൾ LGൻ്റെ ടി വി ആയതുകൊണ്ട് ഇപ്പോൾ 5-ലാണുള്ളത് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇനി വേറെ ഇപ്പോൾ ഏതെങ്കിലും ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സാംസങ് തന്നെ എടുക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഇത് 7-ലാണ് വരേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടി വി ഓണാക്കി വെക്കുക. ടി വി ഓണാക്കിയതിന് ശേഷം നമ്മൾ സെറ്റ് ബോക്സിൻ്റെ റിമോട്ട് എടുക്കുക. എടുത്തതിൻ്റെ ശേഷം നമ്മൾ ഈ 2 കീ നെക്കി പിടിക്കുക. അപ്പോൾ 2 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തതിന് ശേഷം വിടുക. ഇതിപ്പോൾ ഓൾറെഡി ലിങ്ക് ആയതുകൊണ്ടാണ് ടി വി ഓഫായത്. 2 പ്രാവശ്യം നെക്കി പിടിച്ചു. പിന്നെ ഈ ടി വിൻ്റെ നമ്പർ വെച്ചിട്ട് ഇപ്പോൾ 5 ആണ്, LG 5 ഉള്ളത്. അതുകൊണ്ട് നെക്കി കഴിഞ്ഞാൽ ഇത് വീണ്ടും ടി വി ഓണായി. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി എല്ലാ ഫങ്ഷനും ഇതിൽ വർക്കാവും. ഒരുവിധം എല്ലാ ഫങ്ഷനും ഇതിൽ വർക്കാവും. ഈ മെത്തേഡിൽ നിങ്ങൾ ടി വിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് ഫസ്റ്റ് വരേണ്ട ആൽഫബറ്റ് വെച്ചിട്ട് നെക്കിയിട്ട് വർക്ക് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെത്തേഡ് 2 ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് മെത്തേഡിലേക്ക് പോവാം. സെക്കൻഡ് മെത്തേഡ് പറയുമ്പോൾ നമ്മൾ ടി വി ഓണാക്കിയിടൊന്നും വേണ്ട. നമ്മൾ ടി വിൻ്റെ റിമോട്ടും പിന്നെ അതേമാതിരി തന്നെ സെറ്റ് ബോക്സിൻ്റെ റിമോട്ടും വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 സംഭവം മതി നമുക്ക്. ഇപ്പോൾ ടി വിൻ്റെ റിമോട്ട് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇതിനായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത്, ഈ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യേണ്ടത്, ആ റിമോട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സബ് വൂഫറിൻ്റെ സൗണ്ട് ഈ റിമോട്ട് സെറ്റ് ബോക്സിൻ്റെ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യണമെങ്കിൽ സബ് വൂഫറിൻ്റെ റിമോട്ട് ഈ സൈഡ് എടുത്ത് വെക്കുക, അതുമായിട്ട് ഇതാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 3 to 6 സെൻറ്റിമീറ്ററിൽ വെക്കുക. 3 to 6 സെൻറ്റിമീറ്റർ ഒരു ഇതിൽ വെക്കുക. പിന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലം വേണം ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ അത്ര ഫ്ലാറ്റൊന്നുമല്ല, ഫ്ലാറ്റായിട്ടുള്ള സ്ഥലമല്ല യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങ് കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യാൻ നമ്മൾ ആദ്യം ഈ 2 മോഡ് നോക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ടാറ്റ സ്കൈൻ്റെ പ്രൊസീജിയർ വെച്ചാണ് ഞാൻ ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ സെറ്റ് ബോക്സിൻ്റെ റിമോട്ട് അനുസരിച്ച് ചിലപ്പോൾ മാറ്റം വരും. അപ്പോൾ അത് നോക്കി ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ടാറ്റ സ്കൈൻ്റെ പ്രൊസീജിയർ വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 ബട്ടൺ പ്രസ് ചെയ്യാം. ബാക്കും 2 ഒരുമിച്ച് നെക്കി പിടിക്കുമ്പോൾ 2 ലൈറ്റ് അവിടെ മിന്നി, അത് 2 വട്ടം മിന്നി. അപ്പോൾ നമ്മൾ ഏതാണ് ബട്ടൺ പ്രോഗ്രാം ചെയ്യാവുന്ന വെച്ചാൽ ആ ബട്ടൺ നിൽക്കുക. അപ്പോൾ ഞാൻ ഈ ബട്ടൺക്കാണ് പ്രോഗ്രാം ചെയ്യേണ്ടത്. ഈ ബട്ടൺ നെക്കി. പിന്നെ ടി വിൻ്റെ ബട്ടണും നെക്കി പിടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതായി തോന്നുന്നു. അടുത്ത ബട്ടണ് കൊണ്ട് 2 വട്ടം ലിങ്കായി. അപ്പോൾ ഇനി അടുത്ത ബട്ടന്
അത് 2 വട്ടം ലിങ്കായി. പിന്നെ ഇനി മ്യൂട്ടാണ് പ്രോഗ്രാം ചെയ്യേണ്ടി. മ്യൂട്ട് കൊടുത്തു. അപ്പോൾ ഇതിലെവിടെ വെച്ചാൽ മ്യൂട്ട് ഇതവിടെയാണ് മ്യൂട്ട് എടുക്കുന്നുണ്ട്. അത് നെക്കി കൊടുക്കുക. ഇത് പിന്നെ ആണ്ടും ഇങ്ങോട്ട് ഇളക്കി വെച്ചാൽ കാരണം ഞാൻ കറക്റ്റായിട്ടുള്ള സ്ഥലത്തെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് വെച്ച് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈ ബട്ടനാണ് പ്രോഗ്രാം ചെയ്യേണ്ടി. അപ്പോൾ ഇത് നെക്കി. ഇതിപ്പോൾ എല്ലാ ബട്ടനും ഇങ്ങനെ വർക്ക് ചെയ്യണമെന്നില്ല. ഇതാണ് ഇതിൻ്റെ AV ബട്ടന്. എല്ലാ ബട്ടനും ഇങ്ങനെ വർക്ക് ചെയ്യണമെന്നില്ല. പ്രോഗ്രാമായി തോന്നുന്നു. ഇനി അങ്ങനെ നിൽക്കണം തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ ബട്ടനും നിങ്ങൾ ചെയ്യാം. ഇപ്പോൾ വീഡിയോ കണ്ട മാതിരി ഇങ്ങനെ ഓരോ ബട്ടൺ ഇതിലിപ്പോൾ പ്രോഗ്രാമബിൾ ബട്ടൺസ് എന്ന് പറഞ്ഞാൽ ഈ മ്യൂട്ട്, വോളിയം, മൈനസ്, പ്ലസ്, പിന്നെ അതേമാതിരി AV ബട്ടനും TV ബട്ടനുമാണ് പ്രോഗ്രാം ചെയ്യാവുന്ന ബട്ടൺസ്. ബാക്കിയൊന്നും പ്രോഗ്രാമബിൾ അല്ല. അപ്പോൾ ഓരോ ബട്ടനും നെക്കിയിട്ട് ആ റിമോട്ടിൻ്റെ ബട്ടനും നെക്കിക്കാണ്ട് നമുക്ക് സിഗ്നൽ അടിച്ചു കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടി. അപ്പോൾ ഇതിൽ പ്രൊസീജിയർ കറക്റ്റാണെങ്കിൽ ബ്ലിങ്കിങ്ങും കാണും. പിന്നെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം അവിടെ നിൽക്കും. നിന്നതിൻ്റെ ശേഷം ചെയ്യുക. റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പാടി ഇങ്ങനെ തന്നെ ചെയ്യുക. ഒന്നും പാടി ചെയ്യുക. സ്റ്റെപ്പ് കറക്റ്റാക്കി ചെയ്യുക. അപ്പോൾ ഇത് കെട്ടിയതിന് ശേഷം ഒന്ന് ഓണാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് റിമോട്ട് വെച്ചൊന്ന് TV ഓണാക്കി നോക്കാം. TV ഓണായി, മ്യൂട്ടായി. സെറ്റ് ബോക്സ് ഒന്ന് ഓണാക്കുന്നുണ്ട്. സെറ്റ് ബോക്സ് ഓണായി. നമുക്ക് സൗണ്ട് കുറക്കാനും കൂട്ടാനും പറ്റും. കണ്ടോ, TVൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കൂടുണ്ട്. അതേമാതിരി മ്യൂട്ട് ചെയ്യുക. AVൻ്റെ ഓപ്ഷൻ മാറ്റാനൊക്കെ പറ്റും. AV ഓപ്ഷൻ മാറ്റാം. പിന്നെ ഇപ്പോൾ നമുക്കിവിടെ ഇനിയിപ്പോൾ TVൻ്റെ സൗണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിന് നമുക്ക് നമുക്ക് സെറ്റ് ബോക്സിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ കഴിയും. അതിന് നമുക്ക് ഈ 2 ബട്ടൺ നെക്കി പിടിച്ചാൽ ഓക്കെ. ഇപ്പോൾ നമ്മൾ സെറ്റ് ബോക്സിൻ്റെ സൗണ്ട് കൺട്രോൾ ആക്കണം. അപ്പോൾ സെറ്റ് ബോക്സിൻ്റെ വോളിയാണ് ഇപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അത് ഇനി തിരിച്ച് TVക്ക് ആക്കാനെങ്കിൽ നമ്മൾ ഈ 2 ബട്ടൺ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലിങ്കിങ് വരും. അത് കഴിഞ്ഞോടെ തന്നെ വിട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടും ചേഞ്ച് ചെയ്യാൻ കഴിയും. പിന്നെ ഇത് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്താൽ റിമോട്ടിന് റീപ്രോഗ്രാം ചെയ്യാനൊന്നും പറ്റണില്ല എന്ന് വെച്ചാൽ നമുക്ക് റിമോട്ട് റീസെറ്റ് കൊടുക്കാം. റിമോട്ട് റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഇതേമാതിരി ഇങ്ങനെ ഓരോ ബട്ടൺസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിമോട്ട് റീസെറ്റ് ആവുന്നതാണ്. അത് നമ്മൾ മാനുവലിൽ നോക്കി ചെയ്യാം. അപ്പോൾ അത് കാണിച്ചു തരണമെന്നില്ല.